ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ളോഗ്. ഇന്നൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയാലോ? ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. പെപ്പർ ചിക്കൻ റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും ചതച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നത് വരെ ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പെരിഞ്ജീരകം പൊടിച്ച പൊടി നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്ന സമയത്ത് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനായിട്ട് മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള പെപ്പർ ചിക്കൻ റെസിപ്പി നമുക്ക് വീടുകളിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണേ. പച്ചമണം മാറി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വരുന്ന ടൈമിൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളി ചെറുതായിട്ട് തന്നെ ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കരിഞ്ഞു പോകുമെന്ന് സംശയമുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റിയ പെപ്പർ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അളവ് കൂടിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് അടപ്പ് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ ഇവിടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. രുചികരമായിട്ടുള്ള പെപ്പർ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. പെപ്പർ ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് അതിലെ ഗ്രേവി മുഴുവനായിട്ടും വറ്റിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പരുവത്തിൽ വേണം പെപ്പർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ രുചികരമായിട്ടുള്ള പെപ്പർ ചിക്കൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും.
സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലേക്ക് 2 പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുക്കുക. പെപ്പർ ചിക്കൻ്റെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഇതേ അളവിൽ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.